പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്ന് വൈകിയ സമയം നമുക്ക് അല്പസമയം ദൈവവചന ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 13, 14, 15 വാക്യം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടി നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടുപോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ കർത്താവേ, ഈ വൈകിയവേളയ്ക്കായി സ്തോത്രം. ഈ വൈകിയവേളയിൽ കർത്താവിന്റെ വചനവുമായി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഇത് ആത്മീയ വർധനവിന് കാരണമായി തീരണം. അടിയനെയും സമ്പൂർണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്നെ ആമേൻ. നമുക്ക് ഈ ചരിത്ര സംഭവം എല്ലാവർക്കും നന്നായി അറിയാവുന്ന വേദഭാഗമാണ് നമ്മൾ ഇന്ന് വൈകിയവേളയിൽ വായിച്ചു കേട്ടത്. യഹൂദ ജനത്തിന് നേരെ ഉണ്ടായ ഒരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവന് നേരെ പോലും ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ ഈ വൈകിയ സമയം വായിച്ചു കേട്ടത്. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയെല്ലാം കൊന്നുമുടിക്കാനും അവരുടെ വസ്തുവകയെല്ലാം കൊള്ളയിടാനും ഒക്കെ ഹാമാൻ തീരുമാനിച്ച ആ ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. തന്റെ ജനത്തിന് നേരെയുണ്ടായ പ്രതികൂലത്തിന്റെ മുമ്പിൽ അവർ എങ്ങനെയാണ് ആ പ്രതികൂലത്തെ അഭിമുഖീകരിച്ചതെന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്തിൽ നമ്മുടെയൊക്കെ നേരെ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ നാം എങ്ങനെ അഭിമുഖീകരിക്കണമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ അവർ ഒരിക്കലും പിറുപിറുക്കുകയല്ല ചെയ്തത്. ദൈവത്തിന്റെ ജനമായ ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ വരാൻ കാരണമായി തീർന്നതെന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി. കാരണം ഒരു വ്യക്തിയുടെ നേർക്കാണ് ഹാമാൻ ഈ പ്രതികൂലം അഴിച്ചുവിടാനുള്ള കാരണം. ഇതിന്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആഗാഹിനായ ഹമ്മാദാദയുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയൊക്കെ രാജാവ് കൊടുത്ത് അവൻ രാജാവിന്റെ രണ്ടാമനായി വാണുകൊണ്ടിരിക്കുമ്പോൾ അവൻ കടന്നു വരുന്ന സമയത്ത് രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ഭൃത്യന്മാരൊക്കെയും അവനെ കാണുമ്പോൾ അവനെ കുമ്പിട്ട് നമസ്കരിക്കുക പതിവായിരുന്നു. എന്നാൽ യഹൂദനായ മൊർദെഖായി ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. കാരണം യഹൂദനൊരു പ്രമാണമുണ്ട്. ദൈവത്തിന്റെ മുമ്പിലല്ലാതെ കുമ്പിടുവാനോ നമസ്കരിക്കുവാനോ അവന് പ്രമാണമുള്ളതുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ അവൻ കുമ്പിടുകയോ നമസ്കരിക്കുകയോ അവൻ ചെയ്തില്ല.
അതിന്റെ പേരിലാണ് ഹാമാൻ യഹൂദനായ മൊർദെഖായിക്ക് നേരെ അവനെ കൊല്ലുവാൻ അവൻ ആഗ്രഹിച്ചത്. അപ്പോൾ അവനെ മാത്രം കൊല്ലുന്നത് ഹാമാൻ ഒരു പുച്ഛമായി തോന്നി. അവനെ മാത്രമല്ല, തന്റെ യഹൂദ ജാതിയെ മുഴുവനും നശിപ്പിച്ചു കളയാൻ ഹാമാൻ ഒരുക്കിയ അവസ്ഥകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഈ സംഭവിച്ചതൊക്കെ അറിഞ്ഞപ്പോൾ മൊർദെഖായി ചെയ്തത്, തന്റെ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. യഹൂദന്റെ ജീവിതത്തിൽ താങ്ങാനാകാത്ത വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അവർ ചെയ്യുന്ന കാര്യമാണ് വചനത്തിൽ നാം വായിച്ചു കേട്ടത്. അവർ ചെയ്യുന്നത് അവർ ധരിച്ചു വരുന്ന ആ സാധാരണമായ വസ്ത്രങ്ങൾ മാറ്റിവെച്ച് അവർ രട്ടുടുക്കും. അവർക്ക് സഹിക്കാനാകാത്ത പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ രട്ടുടുത്ത്, എന്ന് വെച്ചാൽ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഞാൻ ഒന്നുമില്ല കർത്താവേ. നമുക്കറിയാം, എസ്തേർ ഉപവസിച്ചപ്പോൾ അവിടെ ചെയ്തത് രാജകീയമായ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് നേർമയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ദൈവസന്നിധിയിൽ, ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് തനിച്ച് ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ അവരുടെ മുമ്പിൽ നേരിടുമ്പോൾ അവർ ചെയ്യുന്നത് രട്ടുടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം അവരുടെ സങ്കടത്തെയാണ്, അവർ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. രട്ടുടുത്ത് വെണ്ണീര് വാരിയിട്ടും കൊണ്ട് തന്റെ വസ്ത്രം കീറി പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ഒരിക്കലും തനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം താൻ മുഖാന്തരം ഒന്നും അറിയാത്ത തന്റെ ജനത്തെ മുഴുവനും നശിപ്പിക്കണമെന്നൊരു കൽപ്പന പുറപ്പെട്ടു വന്നപ്പോൾ അത് മൊർദെഖായിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നാൽ അവർ ദൈവസന്നിധിയിൽ അവർ അടുത്തു ചെല്ലുന്ന അവസ്ഥകളെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ആ അധ്യായത്തിൽ തന്നെയാണ് മൊർദെഖായി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മൊർദെഖായി തന്റെ ഭൃത്യന്മാരെ വിട്ട് എസ്തേറിനെ ഈ വിവരം അറിയിച്ചിട്ട് എസ്തേറിനോട് പറയുകയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീയും നിന്റെ കുടുംബവും പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെ ഒരു കാലത്തിനായിട്ടല്ലോ നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് അവളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഈ രാജസ്ഥാനത്ത് വരുവാൻ അവൾക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. കാരണം അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായി വസ്തി രാജ്ഞിയായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, രാജ്ഞിയുടെ ഒരു ചെറിയ അനുസരണക്കേട് കൊണ്ടാണ് രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് വസ്തി മാറാനിടയായത്. എന്നാൽ ആ സ്ഥാനത്താണ് എസ്തേർ രാജ്ഞിയായി കടന്നു വന്നത്. എന്നാൽ മൊർദെഖായി പറയാണ്, ഈ സമയത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്, ഒരു ഉദ്ദേശം ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഈ സമയത്ത് നീ എങ്ങനെ നീ ഇതിനെ എന്ത് ചെയ്യണമെന്ന് നീ ആലോചിച്ച് നോക്കിയിട്ട് ആ കാര്യം ചെയ്യണം. സമയത്ത് നീ അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് മൊർദെഖായി അവളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ദൈവമക്കളെ, നമുക്കറിയാം മൊർദെഖായി പറഞ്ഞതുപോലെ 30 ദിവസത്തേക്ക് രാജാവ് അവളെ രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ടില്ല. പക്ഷെ വിളിക്കാതെ ഒരു വ്യക്തി ചെന്നാൽ, ആ വ്യക്തി രാജാവിന്റെ വാക്ക് നിഷേധിച്ച് ഒരു വ്യക്തി ചെന്നാൽ ആ വ്യക്തിയെ കൊല്ലാനുള്ള അധികാരം രാജാവിനുണ്ട്. രാജാവിന്റെ കൽപ്പന അത്ര ബലമുള്ളതാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എസ്തേർ പറയുന്നു, അടുത്ത 30 ദിവസത്തേക്ക് എന്നെ രാജാവിന്റെ അടുക്കലേക്ക് വിളിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ 3 ദിവസം ഉപവസിക്കാം. നിങ്ങളെല്ലാവരും എനിക്കു വേണ്ടി ഉപവസിക്കണം. അവിടെ
വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവർ 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 ദിവസം ഉപവസിച്ചു. കാരണം 30 ദിവസത്തേക്ക് രാജാവ് വിളിക്കാതെ ചെന്നാൽ ഒരുപക്ഷെ അവളുടെ കഴുത്ത് പോലും തല പോലും മാറ്റപ്പെടാം. അത്രമാത്രം ബലമുള്ള രാജാവിന്റെ കൽപ്പനയുള്ളപ്പോൾ തന്നെ ആമേൻ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അവൾ ചെല്ലണമെങ്കിൽ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെല്ലാൻ പറ്റൂ എന്ന് എസ്തേർ രാജ്ഞിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. കാരണം ചെറിയ ഒരു അനുസരണക്കേടിന്റെ പേരിലാണ് വസ്തിയുടെ രാജ്ഞി സ്ഥാനം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവർ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഉപവാസത്തിന്റെ വില ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉപവസിച്ച് മൂന്നാം ദിവസം ഉപവസിച്ചിട്ട് അവൾ രാജവസ്ത്രം ധരിച്ച് രാജാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, രാജാവ് പൊൻചെങ്കോൽ അവളുടെ നേരെ നീട്ടി. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, എസ്തേർ രാജ്ഞിയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരേണ്ടത്? നിന്റെ അപേക്ഷ എന്താണ്? അത് രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ അത് ചെയ്തു തരാം. അപ്പോൾ ഉപവസിക്കുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി നമ്മളെപ്പോലല്ല യഹൂദന്മാർ ഉപവസിച്ചത്. അവർ രട്ടുടുത്ത് വെണ്ണീര് വാരി ഇട്ടുകൊണ്ട് അവരുടെ സകല സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും എല്ലാം മാറ്റിവെച്ച് അവർ ദൈവസന്നിധി തന്നെത്താൻ താഴ്ത്തി അവരുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടുപിടിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവർ അങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെയൊക്കെ ഉപവാസം പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന അളവിലാണോ എന്നും കൂടെ നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, കൂടുതൽ ദിവസം ഒന്നും അവർ ഉപവസിച്ചില്ല. വെറും 3 ദിവസം. 3-ാമത്തെ ദിവസമാണ് എസ്തേർ രാജാവിന്റെ അടുക്കൽ ചെല്ലുന്നത്. ആമേൻ. 30 ദിവസത്തേക്ക് ചെല്ലാൻ അനുവാദമില്ലെങ്കിലും 3 ദിവസത്തെ ഉപവാസം കൊണ്ട് നമ്മൾ വചനം വായിക്കുന്നില്ലേ, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു. തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും അതിനെ തിരിക്കാൻ ദൈവത്തിന് കഴിയും. അവളുടെ ഉപവാസം കൊണ്ട് 3-ാമത്തെ ദിവസം അവൾ ചെന്നപ്പോൾ രാജാവ് പൊൻചെങ്കോൽ നീട്ടി അവളെ സ്വീകരിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ അപേക്ഷ എന്താണ്? എന്തായിരുന്നാലും ഞാൻ അത് നിവർത്തിച്ചു തരാം. നമുക്കവിടെ കാണാൻ കഴിയുന്നത്, യഹൂദജനം വളരെ വേദനയിലും, കാരണം ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി സകല യഹൂദന്മാരും ആബാലവൃദ്ധം കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങൾ, ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകൾ, ഒരു തെറ്റും ചെയ്യാത്ത യഹൂദന്മാർ, അവൻ സകല ജനത്തെ കൊന്നുമുടിക്കാനാണ് കൽപ്പന വന്നിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു കാണും. അതിൽ നിന്നൊരു വിടുതൽ ദൈവത്തിന് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. മറ്റാർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, എസ്തേർ രാജ്ഞി പറഞ്ഞു, ആമേൻ, ഞാനൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്, ആ വിരുന്നിന് രാജാവും ഹാമാനും വരണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കിക്കളയാൻ ഹാമാൻ 50 മുഴം നീളമുള്ള ഒരു കഴുകുമരം ഒരുക്കി. പക്ഷേ ആ കഴുകുമരം ഒരുക്കിയത് മൊർദെഖായിയോ യഹൂദജനമോ ആരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ സകലതും കാണുന്ന ദൈവം അന്ന് രാത്രി രാജാവിന് ഉറക്കം കെടുത്തിയിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്ന, രാജാവ് അന്ന് രാത്രി ഉറക്കം വരായികയാൽ ദിനവൃത്താന്ത പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, രാജാവിന്റെ ഭൃത്യന്മാരായ 2 പേർ, ബിഗ്താന, തേരശ് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ആമേൻ മൊർദെഖായി അതറിഞ്ഞ് എസ്തേറിന് അറിവ് കൊടുക്കുകയും അവരെ തൂക്കിക്കളയുകയും രാജാവിനെ അതിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് ഒരു പ്രതിഫലമായിട്ട് മൊർദെഖായിക്ക് ഒന്നും കൊടുത്തിരുന്നില്ല. അന്ന് രാത്രി ദൈവം
രാജാവിന്റെ ഉറക്കം കെടുത്തി. ഒരു വശത്ത് ഹാമാൻ തന്റെ ജനമായ മോർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഒരുക്കുമ്പോൾ, മറുവശത്ത് യാതൊരു തെറ്റും ചെയ്യാത്ത മോർദെഖായിക്ക് വേണ്ടി അഹശ്വേരോശ് രാജാവിന്റെ ഉറക്കത്തെ കെടുത്തിയിട്ട് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചത് വായിച്ചിട്ട് തന്റെ ഹൃദയത്തിൽ താൻ ആഗ്രഹിച്ചു, എന്റെ ജീവനെ രക്ഷിച്ച ആ മോർദെഖായിക്ക് ഞാൻ പ്രതിഫലമായി ഒന്നും കൊടുത്തില്ലല്ലോ എന്ന് താൻ ചിന്തിക്കുകയും മോർദെഖായിക്ക് പ്രതിഫലമായി കൊടുക്കാൻ താൻ ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ എന്താണ് താൻ പ്രതിഫലമായി കൊടുക്കാൻ ആഗ്രഹിച്ചത്? രാജാവ് ബഹുമാനിച്ചിരിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യണമെന്ന് തന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചപ്പോൾ അന്ന് രാവിലെ ഹാമാൻ പ്രാകാരത്തിൽ വന്നു നിന്നപ്പോഴാണ് രാജാവ് ചോദിക്കുന്നത്, പ്രാകാരത്തിൽ ആരാ ഉള്ളത്? അപ്പോൾ ഹാമാൻ പറഞ്ഞു, ഞാനുണ്ട്. എന്നാൽ ഹാമാനെ വിളിച്ചിട്ട് രാജാവ് പറയാണ്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്തൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ രാജാവ് ഹൃദയത്തിൽ വിചാരിച്ചിരിക്കുന്നത് മോർദെഖായിക്ക് വേണ്ടിയാ. പക്ഷെ ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു, എന്നെ അല്ലാതെ, രാജാവിന്റെ രണ്ടാമനായി വാഴുന്ന എന്നെ അല്ലാതെ മറ്റാരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നത്? അതുകൊണ്ട് ഹാമാനെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഹാമാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെയൊക്കെ ചെയ്യണം. ഒന്ന്, രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രം, രാജാവ് കയറുന്ന കുതിര, അവന്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടം കൊണ്ടുവരട്ടെ. വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കണം. രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഹാമാൻ ഇതൊക്കെ രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാമാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് അവിടെ നടന്നത്. ഹാമാന്റെ ശത്രുവായി കരുതിക്കൊണ്ടിരിക്കുന്ന മോർദെഖായിക്ക് ഇതൊക്കെ ചെയ്യുവാൻ രാജാവ് പറഞ്ഞപ്പോൾ തന്നെ ഹാമാന്റെ ഹൃദയം ഒന്ന് പിടച്ചു കാണും. കാരണം രാജാവിന്റെ രണ്ടാമനായിരിക്കുന്നത് ഹാമാനാണ്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു പ്രതീക്ഷയും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് മോർദെഖായിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ, അതും മോർദെഖായിക്ക് വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, പട്ടണത്തിലെല്ലാം അവനെ കുതിരപ്പുറത്ത് കയറ്റി രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ വെച്ച് രാജാവ് ധരിക്കുന്ന വസ്ത്രം ധരിപ്പിച്ച് പട്ടണത്തിൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയിച്ചു. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കിയേ, യാതൊരു തെറ്റും ചെയ്യാതെ ദൈവവചനത്തിനു വേണ്ടി നിന്ന മോർദെഖായിയെ കൊന്നുകളയാൻ ഒരു വശത്ത് ഹാമാൻ കഴുകുമരം ഒരുക്കുമ്പോൾ ആദ്യം ഹാമാൻ ചെയ്തു യഹൂദനായ മോർദെഖായിയെ മാത്രമല്ല തന്റെ സകല ജനത്തെയും കൊന്നുകളയാൻ കൽപ്പന രാജാവിനോട് വാങ്ങി. ആ കൽപ്പന പുറപ്പെടുവിപ്പിച്ചപ്പോഴാണ് ശൂഷൻ പട്ടണം കലങ്ങിപ്പോകുവാൻ ഇടയായി തീർന്നത്. ഇപ്പോൾ രണ്ടാമത് ചെയ്തിരിക്കുന്നത് അവന് കഴുകുമരമുണ്ടാക്കി. എന്നാൽ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഇപ്പുറത്ത് ദൈവം മോർദെഖായിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തി നോക്കിയേ. ആ ഉപവാസത്തിന്റെ വില എത്രമാത്രമുണ്ടെന്ന് ഇന്ന് നമുക്ക് വചനത്തിൽ കൂടെ വായിക്കാൻ കഴിയുന്നു. ദൈവമക്കളെ നോക്കിയേ, ഹാമാനെ കൊണ്ട് തന്നെ ദൈവം മോർദെഖായിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇതെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് രാജ്ഞിയായ എസ്തേർ ഒരുക്കിയ രാജവിരുന്നില് ഹാമാനെയും രാജാവിനെയും വിളിപ്പിക്കുന്നത്. അങ്ങനെ അവർ വിരുന്ന് കഴിക്കുവാൻ ചെന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, എസ്തേർ രാജ്ഞിയെ, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? നിന്റെ ആഗ്രഹം എന്താ? അത് നീ പറ. ഞാൻ രാജ്യത്തിന്റെ പകുതിയോളമായാലും അത് നിനക്ക് തരാം. ആമേൻ. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തികളെ നമുക്ക് ശ്രദ്ധിക്കാം. ആമേൻ. അപ്പോഴാണ് തന്റെ എസ്തേർ രാജ്ഞി തന്റെ ജീവിതത്തിൽ തന്റെ ജനത്തിന് നേരിട്ട എല്ലാ പ്രതിസന്ധികളെ കുറിച്ച് രാജാവിനെ അറിയിക്കുന്നത്.
രാജ്ഞിയെയും തന്റെ ജനത്തെയും നശിപ്പിക്കുവാൻ ഒരു വ്യക്തി എഴുന്നേറ്റിരിക്കുന്നുവെന്നും ആ വ്യക്തിക്ക് നേരെ രാജാവിനോട് താൻ അപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് അഹശ്വേരോശ് രാജാവ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതിന്റെ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ 4-ാം വാക്യം, ഞങ്ങളെയും നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എന്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ. എന്നാൽ ഞങ്ങളെ ദാസീദാസന്മാരായി വിറ്റിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിന്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്ന് വരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അഹശ്വേരോശ് രാജാവ് ഈ സംഭവിച്ചത് എന്താണെന്നറിയാതെ ഒരു നിമിഷത്തേക്ക് താൻ പകച്ചു നിന്നുപോയി. കാരണം താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഹാമാൻ തന്റെ ഭാര്യയായ രാജ്ഞിക്കെതിരെയും തന്റെ ജനത്തിനെതിരെയുമാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് ഒരിക്കലും രാജാവ് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് എസ്തേർ രാജ്ഞിയെ, അവൻ ആരാണ്? ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എസ്തേർ രാജ്ഞി പറഞ്ഞു, ആ വൈരിയും ശത്രുവുമായ ഈ ദുഷ്ടനായ ഹാമാൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന്റെ കോപം ജ്വലിച്ചു. ആ സമയത്ത് രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വിരുന്ന് വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി. എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചെന്ന് വിചാരിച്ച് ഹാമാൻ രാജ്ഞിയിരുന്ന മെത്തയിൽ വീണ് കിടന്ന് അപേക്ഷിച്ചു. എന്നാൽ രാജാവ് മടങ്ങി വന്നപ്പോൾ രാജ്ഞിയിരിക്കുന്ന മെത്തയിൽ അവൻ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറയുകയല്ല, അവന്റെ വായിൽ നിന്ന് ആ വാക്ക് വീണപ്പോൾ തന്നെ ആ ഭൃത്യന്മാർ വന്ന് ഹാമാന്റെ മുഖം മൂടി അവനെ കഴുകുമരത്തിൽ തൂക്കിക്കളവാൻ രാജാവ് കൽപ്പിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ നോക്കിയേ, തന്റെ ജനത്തിനു നേരെ അവർ ഒരു തെറ്റും ചെയ്യാതെ, നമുക്കറിയാം മൊർദെഖായി വചനത്തിനു വേണ്ടി നിന്നതുകൊണ്ട് മാത്രമാണ് ഹാമാനെ കുമ്പിടുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരുന്നത്. അല്ലാതെ തന്റെ ധിക്കാര മനോഭാവം കൊണ്ടോ ഇല്ലെങ്കിൽ രാജകൽപ്പന താൻ അറിഞ്ഞ് ലംഘിക്കുകയോ അല്ല ചെയ്തത്. വചനത്തിൽ നിന്നതുകൊണ്ട് അതുകൊണ്ട് എന്തെല്ലാം പ്രതികൂലങ്ങളാണ് താൻ അനുഭവിക്കേണ്ടി വന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, പിന്നീട് എസ്തേർ രാജ്ഞി അവർക്ക് സംഭവിച്ച സകല കാര്യങ്ങളെ കുറിച്ച് പറയുകയും ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല ജനത്തെയും കൊന്നുമുടിക്കാൻ ഹാമാൻ ഇങ്ങനൊരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നെന്ന് അറിയിക്കുകയും അത് ആ രേഖ തിരുത്തി എഴുതണമെന്ന് പറയുകയും അപ്പോൾ തന്നെ രാജാവ് അതിന് അനുവാദം കൊടുക്കുകയും ആ കൽപ്പന തിരുത്തി എഴുതുകയും ചെയ്തു. ആമേൻ. ആരവരെ നശിപ്പിക്കാൻ നോക്കിയോ ആ ജാതികളെ തന്നെ നശിപ്പിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തു. ദൈവത്തിന്റെ പദ്ധതികൾ നോക്കി എത്ര അത്ഭുതകരമായ ദൈവത്തിന്റെ പദ്ധതികളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെയ്തത്. ആമേൻ. അവർ അറിയാതെ അവരെ തകർക്കുവാൻ ശത്രുവായി ശ്രമിച്ചപ്പോൾ ദൈവം ആര് ശ്രമിച്ചോ അവരെ തകർക്കുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അതിനുള്ള അധികാരം കിട്ടി. ആ മാസം അതേ സമയം തന്നെ അവരെ ആര് നശിപ്പിക്കണമെന്ന് വിചാരിച്ചോ അവരെ നശിപ്പിക്കാനുള്ള അധികാരം രാജാവ് കൊടുക്കുകയും അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായി തീർന്നു. അത് 8-ാം അധ്യായത്തിന്റെ 11 തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽപ്പാനും തങ്ങളെ ഉപദ്രവിപ്പാൻ വരുന്ന ജാതിയുടെയും സംസ്ഥാനത്തിന്റെ സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുപിടിപ്പാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. ദൈവമക്കളെ, ആര് നശിക്കണമെന്ന് ആഗ്രഹിച്ചോ അവരെ നശിപ്പിച്ചു കളയാൻ ദൈവം തന്റെ ജനത്തിന് അധികാരം കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നമുക്ക് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഹാമാന്റെ 10 പുത്രന്മാരെയും കഴുകുമരത്തിൽ തൂക്കിക്കളഞ്ഞു. അതിനുശേഷം
ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് രാജാവ് കൊടുത്തു. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കിക്കളയാൻ ആഗ്രഹിച്ച ഹാമാന് കൊടുത്തിരുന്ന സ്ഥാനം രാജാവിന്റെ രണ്ടാമനായി മൊർദെഖായിയെ വാഴിക്കുവാനിടയായി തീർന്നു. 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം മുതൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും തന്റെ സർവവംശത്തിന് അനുകൂലവാദിയുമായിരുന്നു. അപ്പോൾ കഴുകുമരത്തിൽ തൂക്കിക്കളയാൻ വിചാരിച്ചിരുന്ന ഹാമാൻ മൊർദെഖായിയെ കഴുകുമരത്തിൽ തൂക്കിക്കളയാൻ വിചാരിച്ചെങ്കിലും ആ സ്ഥാനത്ത് ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ തൂക്കപ്പെടുവാനിടയായി തീർന്നു. അവൻ തന്നെയല്ല തൂക്കപ്പെട്ടത്, അവന്റെ പുത്രന്മാർ 10 പുത്രന്മാരാണ്. ഒരുപക്ഷെ ആ പുത്രന്മാരൊന്നും അറിഞ്ഞിരുന്നില്ലായിരിക്കാം. പക്ഷേ പിതാവ് ചെയ്ത തെറ്റിന് ആ കുഞ്ഞുങ്ങളും കൂടെ ആ കഴുമരത്തിൽ തൂക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഇതിൽ നിന്ന് എനിക്കൊരു ദൂത് പറയാനുള്ളത്, നമ്മൾക്കെതിരെ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമുക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടെ ഭൗതിക മണ്ഡലങ്ങൾക്കെതിരെ ആര് നമ്മളെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മൾ പ്രതികാരം ചെയ്യാതെ ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നാം തീരുമാനിച്ചാൽ നമുക്ക് വേണ്ടി തന്റെ ജനമായ യഹൂദ ജനത്തിനു വേണ്ടി ദൈവം പ്രതികാരം ചെയ്തതുപോലെ നമുക്ക് വേണ്ടിയും ദൈവം പ്രതികാരം ചെയ്യുവാൻ ഇടയായിത്തീരും. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ നാം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നതാണ് ദൈവം നോക്കുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് പിറുപിറുക്കാം, കർത്താവിനെ തള്ളി പറയാം. ഞാൻ ഇത്രയൊക്കെ ദൈവത്തെ സേവിച്ചിട്ട്, ഇത്രയൊക്കെ ഉപവസിച്ചിട്ട്, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇതാണോ സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പിറുപിറുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ പകരം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ വിഷയങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് കഴിയാത്ത കാര്യങ്ങളെ ദൈവസന്നിധിയിൽ നാം വെക്കാൻ നാം തീരുമാനിച്ചാൽ മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സകലതും സാധ്യമാ. അതുകൊണ്ട് നോക്കിയേ, ഒരിക്കലും ഈ ഹാമാന്റെ കയ്യിൽ നിന്ന് മാനുഷികമായി നോക്കിയാൽ ഒരിക്കലും ഈ മൊർദെഖായിക്ക് രക്ഷപ്പെടാൻ ഒരു സാധ്യതകളുമില്ല. എന്നാൽ മൊർദെഖായി ചെയ്തത് ഹാമാനോട് പ്രതികാരം ചെയ്യാനല്ല പോയത്. ഈ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ അവർ രട്ടുടുത്ത് വെണ്ണീര് വാരിയിട്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് അത്യുച്ചത്തിൽ കൈപ്പോടെ നിലവിളിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? മൊർദെഖായിക്ക് വല്ല കുറവ് സംഭവിച്ചോ? ആ പട്ടണത്തിൽ തന്നെ ആരവനെ തകർക്കുമെന്ന് പറഞ്ഞോ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ആ പട്ടണത്തിൽ മുഴുവനും നടപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി രാജവസ്ത്രം ധരിപ്പിച്ച് രാജകിരീടം ധരിപ്പിച്ച് ആ പട്ടണത്തിൽ അവൻ നിലവിളിച്ചതിന് ആ പട്ടണത്തിൽ തന്നെ അവനെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിയ വേളയിൽ ഈ വചനം കേൾക്കുന്ന ദൈവജനത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുവാനല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാൻ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ കാണുവാൻ, നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധി നാം കരഞ്ഞാൽ, നാം അഭിമുഖീകരിക്കുന്ന ഏത് പ്രയാസമുള്ള വിഷയങ്ങളാണെങ്കിലും അതിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി, ഒരു സെക്കൻഡ് മതി. നോക്കിയേ, അന്ന് രാത്രി രാജാവിന്റെ ഉറക്കം കെടുവാനും ദിനവൃത്താന്ത പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുവരുവാനും മൊർദെഖായി ചെയ്തതിന് പ്രതിഫലം കൊടുക്കാതിരുന്നത് ഒന്നും കൂടെ രാജാവിനെ ഓർപ്പിക്കുവാനും അതൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വൈകിയ വേളയിൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം തല ഉയർത്തുമ്പോൾ അതിനെ കണ്ട് പകച്ചു നിൽക്കാനല്ല, ഭാരപ്പെടാനല്ല,
ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് ഓർത്ത് നിരാശപ്പെടാനല്ല. ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ കണ്ട് അതിനെതിരെ പോരാടുവാൻ, ആത്മാവിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, ആമേൻ, ദൈവവചനത്തിൽ നമുക്ക് ഉറയ്ക്കുവാൻ, ആമേൻ, ഒരിക്കലും നമ്മൾ കലങ്ങിപ്പോകാതെ കുലുങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ, ദൈവസന്നിധിയിൽ വ്യവസ്ഥയോടെ നാം വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധി ഉപവാസത്തോടും പ്രാർത്ഥനയോടും അടുത്തു വന്നാൽ ഏത് ഭാരപ്പെടുന്ന വിഷയങ്ങൾക്കും മറുപടി തന്ന് നമ്മളെ മാനിപ്പാൻ ദൈവം വിശ്വസ്തന. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായി ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല വൈകിയ വേളയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവേ, ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി തന്റെ ജനത്തിനു വേണ്ടി കഴുകുമരമൊരുക്കി. എന്നാൽ ആ ജനത്തെ തകർത്ത് കളയാൻ പദ്ധതികളാലോ കരുനീക്കിയെങ്കിലും ആമേൻ, അവിടെ ഒക്കെ ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് അനുകൂലമായിരുന്ന് തന്റെ ജനത്തെ രക്ഷിപ്പാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലത്തിന്റെ മുമ്പിൽ പതറിപ്പോകാതെ ആമേൻ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് പിന്നെ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ, ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗമിടയാക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.